നമസ്കാരം. ഇതിൻ്റെ തമ്പനയിൽ കണ്ടാൽ സന്തോഷിക്കണ്ട. കുട്ടികളുടെ മേല് മുതിർന്നവർ തെറ്റായ ഉദ്ദേശത്തോടുകൂടി സ്പർശിച്ചാൽ അവന്മാർക്കെതിരെ ശക്തമായ നിയമങ്ങൾ ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട്. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അടിബന്ധന പെണ്ണിനാണ് ആണിനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കേസ് നിലവിലുണ്ട്. അത് കേട്ടാലും ഹാപ്പിനെസ് ആവണ്ട. ഇത് ഞാൻ പറഞ്ഞത് 18 വയസ്സ് തികയാത്ത പെൺകുട്ടി, അതുപോലെ 18 വയസ്സ് കഴിഞ്ഞ് 2 മാസമൊക്കെ ആയൊരു പയ്യൻ, അല്ലെങ്കിൽ 19, ഇവർ പരസ്പര സമ്മതത്തോടുകൂടി ബന്ധപ്പെടുകയാണെങ്കിൽ പോക്സോ കേസ് എടുക്കാൻ പറ്റില്ലെന്നാണ് ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചത്. കാരണം ഒരു പയ്യനെ വെറുതെ വിട്ട കേസിലാണ് അത് ശരിവെച്ചുകൊണ്ടാണ് കോടതിൻ്റെ ഈ അഭിപ്രായ പ്രകടനം. അത് ചെക്കൻ 18 വയസ്സ് കഴിഞ്ഞു പോയി, പെണ്ണ് 18 വയസ്സിൽ താഴെയാണെന്ന് പറഞ്ഞാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച കേസിൽ വെറുതെ വിട്ടു മേൽക്കോടതി. അതാണ് ഡൽഹി ഹൈക്കോടതി ശരിവെച്ചത്. അപ്പോൾ കുട്ടികൾക്കും വികാരങ്ങളൊക്കെ ഉണ്ട്. ഞാനൊക്കെ ആ പ്രായം കഴിഞ്ഞ് വന്നതാണ്, നിങ്ങളും ആ പ്രായമൊക്കെ കഴിഞ്ഞതാവും. ഇപ്പം എല്ലാവരും കെട്ടി നിർത്തിയേക്കാണ്. ഈ അരക്ക് കീഴ്പോട്ടുള്ളതെല്ലാം ഭയങ്കര തെറ്റാണ്. വികാരം അടിച്ചമർത്തി വെച്ചേക്കാണ്. എന്ന് വെച്ച് കയറൂരി വിട്ട് മക്കളെ പോയി കളിച്ചു വന്നല്ലേ ഈ പറഞ്ഞത്. പണ്ടൊക്കെ ഞങ്ങളുടെ പ്രായത്തിലൊക്കെ സ്കൂൾ പൂട്ടുമ്പോഴൊക്കെ ചെറിയ കുസൃതികളൊക്കെ ഒപ്പിക്കും. ഇതൊക്കെ മനുഷ്യ സഹജമാണ്, മനുഷ്യരാണ്. ഇപ്പം കുട്ടികളെ നമ്മളുടെ അണ്ടർ കൺട്രോളിൽ ഇങ്ങനെ കൊണ്ടുവരിക. നീ എന്ത് പഠിക്കണം, നീ എന്ത് ചിന്തിക്കണം, നീ എന്ത് തിന്നണം, നീ ആരോടൊക്കെ മിണ്ടണം, ഇതൊക്കെ വലിയവരാണ് തീരുമാനിക്കണം. എന്തിന് നീ ആരെ കല്യാണം കഴിക്കണമെന്ന് വരെ മാതാപിതാക്കളാണ് തീരുമാനിക്കണത്. മക്കൾക്ക് ഒരു ഫ്രീഡമില്ല. പെൺകുട്ടിയാണെങ്കിൽ തന്തേ നല്ല പറഞ്ഞ ആൾക്ക് കഴുത്ത് നീട്ടി കൊടുക്കണം. ഇതെന്ത് വന്നാലും പണ്ടാരടങ്ങിയ അനുഭവിച്ച് ജീവിച്ചോളണം. മനസ്സിലായ? ഇതെന്ന് തുടങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പ്രീ ഡിഗ്രി എടുത്തു പോയി, +2 കുട്ടികളെ 10ാം ക്ലാസ് ജയിച്ചാൽ ഫ്രീഡം, കോളേജിൽ പോയ കളർ ഡ്രസ്സ് ഇടാം. അന്നൊക്കെ പ്രീ ഡിഗ്രി പഠിച്ച ആരെങ്കിലും പഴച്ചു പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവരെ +2 ആരംഭിച്ച് പ്രീ ഡിഗ്രി എടുത്ത് കളഞ്ഞ് ഇവരെ യൂണിഫോമിൻ്റെ ഉള്ളിൽ കെട്ടി തിളച്ച് ചങ്ങല കിട്ടും. ഇപ്പോൾ +2 കഴിഞ്ഞ് ഏതെങ്കിലും ഭാഗ്യമുള്ളവർ കോളേജിലൊക്കെ എത്തണത്. പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ കോളേജിൽ പോവാം. കോളേജ് കുമാരൻ, കോളേജ് കുമാരി, അങ്ങനെയൊക്കെ പറയാം. അന്നത്തെ കാലത്ത് ജീവിച്ച ആരെങ്കിലും പെണ്ണുങ്ങൾ പിഴച്ച് പിറന്ന നിങ്ങൾ കണ്ടോ? വേശ്യകളായിപ്പോൾ കണ്ടിട്ടുണ്ടോ? അന്ന് ഇപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ രഹസ്യമായിട്ട് അടിച്ചമർത്തപ്പെടും തോറും ഇത് കൂടി വരും. നമ്മുടെ വിഷയം അതല്ല, കേസിനെ പറ്റിയാണ്. ഇപ്പോൾ കുട്ടികളെന്തെങ്കിലും ഒപ്പിച്ചാൽ ഇനി ചാടി വീണ് കേസെടുക്കാൻ പറ്റില്ല. എങ്ങനെ? പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ. അല്ലാണ്ട് തൊട്ടാൽ വിവരം അറിയും. അതായത് നമ്മൾ കുട്ടികളെ തളച്ചിടാൻ മാത്രം നമ്മളായിട്ടില്ല. ഇപ്പോഴത്തെ ഓരോ കുട്ടിക്കും നമ്മളെക്കാളേറെ വിവരമുണ്ട് എല്ലാ കാര്യത്തിനും ഉണ്ട്. പണ്ടത്തെ ആ പ്രായക്കാരൊക്കെ പോട്ടം കൊണാപ്പന്മാരാണ്. പക്ഷേ ഒരു 17 വയസ്സുള്ളൊരു പെൺകുട്ടി, ഇന്നത്തെ 17 വയസ്സുള്ളൊരു പെൺകുട്ടി ഒരു 30 വയസ്സുള്ള സ്ത്രീനേക്കാളേറെ എല്ലാ കാര്യവും അറിയുന്നവളാണ്. അവർക്ക് എല്ലാം അറിയും. എന്നിട്ട് നമ്മൾ കയറി അവരെ പഠിപ്പിക്കാം. അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കണ്ട. ഇങ്ങനെ അടിച്ചമർത്തി വെച്ചാൽ ഇത് എവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഹൈക്കോടതി വിധിനെ ഞാൻ സ്വാഗതം ചെയ്യണം. കുട്ടികളെ ദുരുപയോഗം ചെയ്യാൻ ചെന്നാൽ ആ നിയമം ഒന്നുകൂടി സ്ട്രോങ് ആക്കണം. അവർ പരസ്പര സമ്മതപ്രകാരമാണെങ്കിൽ അടിച്ച് പൊളിക്കട്ടെ എന്ന് എൻ്റെ അഭിപ്രായം.
ഒരു കോടതി നിരീക്ഷിക്കണം. കോടതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഒരു സുപ്രീം കോടതി വിധി വന്നു, സുപ്രീം കോടതി വിധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ ടി വിക്കാർ സുപ്രീം കോടതിൻ്റെ ആ ബിൽഡിങ് കാണിച്ചു തരും. അല്ലെങ്കിൽ കേരള ഹൈക്കോടതി ഇന്ന വിധി പ്രഖ്യാപിച്ചു, അപ്പോൾ ആ കേരള ഹൈക്കോടതിൻ്റെ ആ ബിൽഡിങ് കാണിച്ചു തരും. ഈ ബിൽഡിങ്ങൊന്നുമല്ല കോടതി, സുപ്രീം കോടതി ബിൽഡിങ്ങും അല്ല, കേരള ഹൈക്കോടതി ബിൽഡിങ്ങും അല്ല. അതിൻ്റെ ഉള്ളിൽ ഈ വിധി പറയണത് നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനാണ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കണം. ഇവിടുത്തെ എല്ലാ മര്യാദയും എല്ലാ സംഭവങ്ങളുടെയും ഒരു പ്രോഡക്റ്റ്. അവരുടെ ബുദ്ധിയിൽ ചിന്തിക്കുന്നതാണ് നിയമമായിട്ട് ഇവർ എഴുതണ പേന കൊണ്ട്. അല്ലാണ്ട് കോടതി ബിൽഡിങ് എന്തെങ്കിലും വിധി കൊടുക്കുക. ഇവർ ഈ സദാചാരം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് തന്നെ. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ സൗണ്ടൊന്നും ക്ലിയർ അല്ല, 2 ദിവസം സുഖമില്ലായിരുന്നു, വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്ത വീഡിയോ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ നോക്കാം. നമസ്കാരം.